മുന്നറിയിപ്പ്: ശക്തമായ അടിയൊഴുക്കുള്ള പ്രദേശം. പൊതുജനങ്ങളും വിനോദസഞ്ചാരികളും ജലാശയത്തിൽ ഇറങ്ങരുതെന്ന് അറിയിക്കുന്നു. ജലാശയത്തിന്റെ ആഴം 19.8 മീറ്റർ. ഇവിടെ സംഭവിച്ച മരണങ്ങൾ 5. അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള പ്ലേസ് ആട്ടോ ഇത്. കിട്ടണേ. ഇപ്പൊ അടിച്ചും ഷോട്ടുകളിൽ എത്ര എണ്ണത്തിന് ആശാനും മീൻ കിട്ടിയെന്ന് വഴിയെ നോക്കാം. ഓക്കെ, ആശാൻ മിണ്ടാതെ പോകുന്നുണ്ടോ? നമ്മുടെ എർട്ട ഡാമിൻ്റെ അവിടെ വന്നിരിക്കുക. കുറച്ച് മീനെ പിടിക്കാൻ, കുറച്ചെന്നല്ല, സ്ലിംഗ് ഷോട്ട് അടിച്ച് മീനെ പിടിക്കാം. സ്ലിംഗ് ഷോട്ട് അടിക്കാൻ പോകാം, കാണിച്ചു തരാം. ഇപ്പം എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ലജ്, ഞാൻ. ഇവനാണ് ഞങ്ങളുടെ എരറ്റാറ്റിൻ്റെ സ്ലിംഗ് ഷോട്ടർ. ആ സാധനം കാണിച്ചാൽ ചെറിയ നാണമൊക്കെ ഉണ്ട്, എനിക്കുമുണ്ട്. റീലൊന്ന് പിടിച്ചേ നീ. ഇതാണ് സ്ലിംഗ് ഷോട്ടിന് വേണ്ട ആദ്യത്തെ സാധനം, റീലെന്ന് പറയും. ഈ സാധനമാണ് ഡാർട്ട്. ഡാർട്ട് എന്നുള്ള സാധനമാണ് അതിൻ്റെ കയ്യിലിരിക്കുന്നത്. പിന്നെ ഈ ഇരിക്കുന്ന ഇതിന് കവണ. ഇതിപ്പോ ഫുള്ള് അവൻ കയ്യിലോട്ട് ഇടുന്ന സാധനമാണ്. ഇത് അതേണ്ടോ, ഇതാണ് അവന്റെ കയ്യിൽ ആ സാധനം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന രീതി. ഇതാണ് അവന്റെ റീൽ, വലത്തെ കയ്യിൽ റീല് കാര്യങ്ങളെല്ലാം. ഈ സാധനമാണ് പോളറൈസ്ഡ് ഗ്ലാസ് എന്ന് പറയുന്നതിന്. സ്റ്റാൻഡിംഗ് ലെയർ ആണ്. വെള്ളത്തിലുള്ള വെട്ടം ഇതാണ് വെള്ളം മാത്രമേ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ ലെയർ ആണ്. ആന്റി ഗ്ലെയർ ആണ് സാധനം. ഈ വെച്ചിരിക്കുന്ന പോളറൈസ്ഡ് ഗ്ലാസ് ആണ്. അപ്പോൾ ഇത് വെള്ളത്തിലെ മീനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സംവിധാനമാണെന്ന് ഞാൻ പറയുന്നത്. മീനെ കാണാന്ന് പറയുമ്പോൾ എല്ലാവരും ഓർക്കും ഭയങ്കര ഡെപ്ത് നിൽക്കുന്ന മീനെ കാണാമെന്ന്. അങ്ങനെയല്ല, വെള്ളത്തിൽ വെട്ടവും ഇല്ലാതെ ലെയർ ഇല്ലാതെ നമുക്ക് വെള്ളത്തിൽ നിൽക്കുന്ന ഒരു 1.5 അടി നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഒരു സ്ലിംഗ് ഷോട്ടിന് വേണ്ട സാധനങ്ങൾ. ഇവിടെ നോക്കിയടാ. ഓക്കെ, ഇതാണ് അതിൻ്റെ സെറ്റപ്പ്. ഒത്തിരി ഒച്ച വെക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. സൈലന്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അവൻ പോകുന്നുണ്ട്, ആ പോകുന്ന പോലെ മീനെ തപ്പി ഇതിലെ നടക്കണം. ഒരു മീനെ ഇപ്പം കണ്ടിട്ടുണ്ടെന്ന് അവൻ പറഞ്ഞു. പോയടാ, കിട്ടിയോ? ഓ, ആദ്യത്തെ ഷൂട്ടിൽ തന്നെ ഏറെക്കുറെ ഒരു കിലോ ഉള്ളൊരു വരാല് മിസ്സാകും. ഒത്തിരി ഒച്ചയൊന്നും വെക്കാൻ പറ്റില്ലാത്തൊരു പരിപാടിയാണ് സ്ലിംഗ് ഷോട്ട് അടിക്കാൻ പോകും. അടുത്തത് ഇത്ര ലോങ്ങിൽ നിന്നൊക്കെ അടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമല്ല, അതിന്റെ പറയുന്നത് അതിന്റെ വലിപ്പം നോക്കിയേ. ഈ വലിപ്പം നോക്കിയേ, ഈ സാധനത്തിന്റെ വലിപ്പം നോക്കി. ഇത്രയും ലോങ്, ഇത്രയും ചെറുതിനെ സ്ലിംഗ് ഷോട്ട് അടിക്കുന്ന ഒറ്റ ഒരുത്തനെ ഉള്ളത്. കാണിച്ചാലത് ഇത്രയും ചെറുതിനെ അവൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ വലുതിനെ അവൻ വിടുവോ? ഇത്രയും ലോങ്ങിന്നാണ് അടിക്കുന്നത്, ഇത്രയും ലോങ്ങിന്ന്. ഡിസ്റ്റൻസ് കാണിച്ചു, ഇതാണ് അവൻ നിൽക്കുന്നത്. ലോങ് ഞാൻ കാണിച്ചില്ല, ഇതാണ് ആ ലോങ്. ഏകദേശം ഒരു 30 മീറ്റർ മിച്ചം. അവൻ ഒരെണ്ണത്തിനെ കണ്ട ഒരു രീതിയിലാണ് നിൽക്കുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്. അടിക്കാനുള്ള പ്ലാനിലാണ്. ഓക്കെ, ഉണ്ടോ? അയ്യോടാ മോനെ, പൊളിച്ചടാ മുത്ത. അടിപൊളി. കുറേ നേരം ഈ കുറവാന്നാ പറഞ്ഞത്. എന്നിട്ട് കുറേ നേരം എന്തരാണ് ഇവിടെ 10-300 ഗ്രാമുള്ള സിലോപ്പിയ. അവൻ്റെ ലൈഫിലെ ഇതൊക്കെ ചുമ്മാ കുഞ്ഞു മീനുകളാണ്. സ്ലിംഗ് ഷോട്ടർ ലജ് ഏറ്റവും ചെറിയ മീനാണ് ശരിക്കും. കുറേ നേരം ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു സാധനത്തിനെ കിട്ടിയിരിക്കുകയാണ്. ചെറിയ മീനാണ്. ഇത്ര നേരം മെനക്കെട്ടിട്ടാണ് ഈ ഒരു സാധനത്തിനെ കിട്ടിയത്. ഇത് ഈ കയ്യിൽ, അവൻ്റെ കയ്യിരിക്കുന്ന ഈ സാധനം ഉപയോഗിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവനിഷ്ടം പോലെ മീനെ കിട്ടുന്ന. പക്ഷേ ഇന്ന് വീഡിയോ പിടിക്കാമെന്ന് പറഞ്ഞാൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും 2-3 മീനെ മാത്രം സ്ലിംഗ് ഷോട്ടിന് അടിച്ച് കിട്ടിയുള്ളൂ. അങ്ങനെയാണ്, വീഡിയോ റീച്ചാകാൻ സമ്മതിക്കൂല. മാക്സിമം സൈലൻ്റ് ആയിട്ട് ചെയ്യാൻ മാത്രമേ ഈ പരിപാടി പറ്റുള്ളൂ.
വെറുതെ നിന്ന് നോക്കുന്നുണ്ട്. ഉണ്ടല്ലേ, ഒരു സിലോപ്പി അടിച്ചു. കുറേ നേരം കഴിഞ്ഞിട്ട് സിലോപ്പി അടിച്ചു. ഊരിപ്പോ സാധ്യത. ഞാൻ വരട്ടെ, പൊക്കികളൊന്ന് പൊക്കി ഇറങ്ങിപ്പോയത്. അടിപൊളി. മുമ്പേ കിട്ടിയതിൻ്റെ അത്ര തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ? 1/2 കിലോ ഉണ്ടോ? ഇതിനെക്കാളും കുറച്ചും കൂടെ 1/2 കിലോ അടുത്ത് അല്ലേ മോനെ? വലിയവന്മാരെ കണ്ടവർ ഈ കുഞ്ഞന്മാർ മാത്രം ഇപ്പം ഏറെക്കുറെ അടുത്ത് വരുന്നുണ്ട്. വലിയവന്മാരെല്ലാം വെള്ളത്തിൻ്റെ കൂടുതലും ഉണ്ടല്ലോടാ, ഡെത്തിൻ്റെ അകത്ത് എല്ലാം ഒരു വെള്ളത്തിൻ്റെ കൂടുതലുകൊണ്ടും മഴക്കാലം ആയതുകൊണ്ടൊക്കെയാണ് തോന്നുന്നു. മരെല്ലാം വെള്ളം നടുക്കുക, സർഫസിൽ വരുന്നില്ലെന്നാണ് ഇപ്പം പറയുന്നത്. സിലോപ്പിയ എല്ലാം സൈഡും വഴി വന്ന് നിൽപ്പുണ്ട്. സിലോപ്പിയ മീനെ മാത്രമേ ഇപ്പം കിട്ടുന്നുള്ളൂ. പക്ഷെ അങ്ങനെ ഒരുത്തനെ കൂടെ കിട്ടിയിരിക്കുകയാണ്. ഊരി എടുക്കാനും പാടാണോ? ഇപ്പൊ കിട്ടിയവനെ കാണിച്ചു തരാം. ഇപ്പൊ ഞാനവൻ ഏറെക്കുറെ ഒരു 1/2 കിലോ അടുത്തുണ്ട്. ഒന്ന് പിടച്ചു കഴിഞ്ഞാൽ എൻ്റെ കൈ പോകും. ഇങ്ങനെ നടക്കണം, ഇങ്ങനെ പതുക്കെ നടക്കണം. ഇച്ചിരി കാലിന് ഒച്ച കൂടിയപ്പോൾ തന്നെ അവൻ എന്നെ തെറി വിളിച്ചു. അവൻ പോകുന്നുണ്ട്, അവൻ പോകുന്ന പോലെ. എന്നിട്ട് എന്നോട് അവൻ പറഞ്ഞ് ഡിസ്റ്റൻസ് ഇട്ട് നടന്നാലും പറഞ്ഞു. കാരണം ഞാൻ എത്ര പതുക്കെ നടന്നാലും ഒച്ച കേട്ടു. അവൻ പോകുന്നുണ്ടോ? എന്നിട്ട് അവൻ പതുക്കെ നമ്മൾ ഞാൻ ഇച്ചിരി ഡിസ്റ്റൻസ് ഇട്ട് നടക്കുന്നു. അങ്ങനെയാണ് ഇന്നത്തെ കാര്യം. ഇതിനകത്ത് ഒത്തിരി സംസാരിക്കാൻ പറ്റില്ല. പിന്നെ സംസാരിക്കാൻ നല്ലത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആശയദാരിദ്ര്യമുണ്ട്. ഈ ഓളം വെക്കാൻ പറ്റില്ല. ഓളം വെച്ച് കഴിഞ്ഞാൽ മീൻ പോകും. ഇത് ഞാൻ ഡാമിൻ്റെ കുറച്ച് അധികം ദൂരത്ത് ഞാൻ കണ്ടൊരു കുറച്ച് മീനിനെ. അവനും ഞങ്ങൾ രണ്ടും നോക്കി നിൽക്കാനേ പറ്റുള്ളൂ. കാരണം അത്യാവശ്യം നല്ല ദൂരത്തിലാവുണ്ട്. സ്വിംഗ് ഷോട്ട് പിടിക്കാൻ പറ്റും. വലിയ വെള്ളത്തിന് അടിക്കാൻ പറ്റിയില്ലെന്നാണ് പറയുന്നത്. അപ്പം അവൻ കൊണ്ടുവന്നിരിക്കുന്ന സ്വിംഗ് ഷോട്ടിൽ പിടിച്ച മീനെല്ലാം കാണിച്ചു തരാം. ഇതെല്ലാം അവൻ സ്വിംഗ് ഷോട്ടിൽ പിടിച്ച മീനുകളാണ്. അപ്പം ഇന്ന് ഞങ്ങൾ ഇറങ്ങിയത് വെറുതെ ആയിപ്പോയി. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിച്ചതെല്ലാം ചെറിയ മീനുണ്ടാവണം. പക്ഷെ വലിയ മീനെ ഞങ്ങൾ വലിച്ച് കയറ്റും. കുറച്ച് സമയം എടുക്കാനൊക്കെ നോക്കാം. മുന്നറിയിപ്പ്: ശക്തമായ അടിയൊഴുക്കുള്ള പ്രദേശം. പൊതുജനങ്ങളും വിനോദസഞ്ചാരികളും ജലാശയത്തിൽ ഇറങ്ങരുതെന്ന് അറിയിക്കുന്നു. ജലാശയത്തിൻ്റെ ആഴം 19.8 മീറ്റർ. ഇവിടെ സംഭവിച്ച മരണങ്ങൾ 5. അത്രയും ഡേഞ്ചറായ ഒരു ഡാമാണ് ഇരട്ടയാർ ഡാം, അതായത് നോർത്ത് ഡാം. ഞാൻ പോയിട്ട് നീന്തിയിട്ട് ഇടയ്ക്ക് മടുത്തിട്ട് ഞാൻ ഒരു തരത്തിൽ തിരിച്ചു കയറി. പിന്നെ ഞാൻ ചാടിയിട്ടില്ല കേട്ടോ. കക്ക വരാൻ സൈഡിൽ കൂടെ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു സ്ഥലമായി, പക്ഷേ വളരെ ഡേഞ്ചറായിട്ടുള്ള സ്ഥലം. അറിയത്തില്ലാത്തവരാരും ഇറങ്ങുമ്പോൾ സൂക്ഷിക്കുക, ഇറങ്ങാതിരിക്കുക. അത് തന്നെയാണ് എനിക്ക് പറയാമോ. ഇറങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. യവൻ തിരിച്ച് കയറണ്ടായിരുന്ന ചിലവന്മാർ ചിന്തിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഓക്കെ, ബൈ.